മരണം പലരെയും വിശുദ്ധീകരിക്കും. മരണത്തോടുകൂടി പലരും കാനനൈസ്ഡ് ആവും, വാഴ്ത്തപ്പെട്ടവരാവും. ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്ത നെറുകേടുകളെല്ലാം മരണത്തോടെ വെള്ളപൂശപ്പെടും. പ്രത്യേകിച്ച് പൈസ ഉള്ളവൻ്റെ കാര്യമാണെങ്കിൽ പാപികളായാലും മരണത്തിന് ഘനം കൂടും. മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ഏതെങ്കിലും രീതിയിലെ മന്ത്രിമാരോ മുൻ മുഖ്യമന്ത്രിയോ ഒക്കെ മരിക്കുകയാണെങ്കിൽ സംസ്ഥാനം മുഴുവനും വിലപിക്കും. കാവൽമാലാഖമാർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ രീതിയിലുള്ള പോലെയുള്ളൊരു വികാരമാണ് മനുഷ്യരിലെ. ദുഃഖം അണപൊട്ടി ഒഴുകും. പൊതുജനം എന്നും കഴുതുകളാണല്ലോ. ഒരു സംസ്ഥാനത്തെ വിറ്റുതുലച്ചവരായിരിക്കാം. നികുതിദായകരോട് വിശ്വാസവഞ്ചന ചെയ്തവരായിരിക്കാം. എന്നാലും മരണത്തോടെ അവരെല്ലാം വാഴ്ത്തപ്പെട്ടവരാവും. വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മനുഷ്യരിങ്ങനെ പെരുമാറുന്നത്. മേ ബി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഓൾട്ടർനേറ്റീവ്. അധികാരത്തിലിരിക്കുന്ന മനുഷ്യരുടെ മരണം ഇത്തരം ഇമ്പാക്റ്റാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ കേവലം ധനാഢ്യന്മാരുടെ ആണെങ്കിലോ, ഇപ്പം ടാറ്റ ബിർള അല്ലാത്ത തരത്തിലുള്ള ധനാഢ്യന്മാർ ഒരു 4-5 പഞ്ചായത്ത് വിലപിക്കും, ആദരാഞ്ജലികൾ കൊണ്ട് മെഴുകും, നാണം കെട്ടും. പണമുണ്ടാക്കിയാൽ നാണക്കേട് ദുഷ്പേരൊക്കെ മാച്ചു കളയും. നേരും നിറിക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ല, ഒരു മൂല്യവുമില്ല. പണത്തിന് മാത്രമേ വിലയുള്ളൂ എന്നുള്ളൊരു സമൂഹമാണ് എൻ്റെ ഈ പ്രായത്തിലിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. സത്യസന്ധര പരമപുച്ഛമാണ്. അങ്ങനെ ഒരാൾ ഇന്ന് നിര്യാതനായി. ഒരു പെരുങ്കള്ളനാണ് നിര്യാതനാവുന്നത്. എനിക്കും മക്കൾക്കും അർഹതപ്പെട്ട ഒരു 45 സെൻറ്റ് സ്ഥലം തട്ടിയെടുത്തൊരു മനുഷ്യൻ. ഞങ്ങൾ എന്നിട്ട് ഒരു 1000 രൂപയ്ക്ക് കഷ്ടപ്പെടുകയാണിപ്പോൾ. പലരും തട്ടിയെടുത്തു, സ്നേഹം പറഞ്ഞ് പറ്റിക്കൂടിയിട്ട്. അങ്ങനെ തട്ടിയെടുത്തൊരു മനുഷ്യൻ ഇന്ന് നിര്യാതനായി. മന്ത്രിമാരും നാട്ടുകാരുമൊക്കെ ആദരാഞ്ജലികൾ കൊണ്ട് അദ്ദേഹത്തെ മൂടുകയാണ്. ആദരാഞ്ജലികൾ, പേയിങ് ഹോമേജ്, ടിയർ ഓഫ് റെസ്പെക്റ്റ്, ടിയർ ഓഫ് ഓണർ. എനിക്കോ പുച്ഛം, സ്കോൺഫുൾ ലുക്സ്, കണ്ടംപ്ച്വസ് റിമാർക്സ്. ആരാ പറഞ്ഞു കൊടുക്കാൻ? സാമർത്ഥ്യമില്ലാണ്ടല്ലേ? നിങ്ങളൊരാൾ പറഞ്ഞ് സഹായിക്കാൻ? ഇതാണ് സമൂഹത്തിൻ്റെ ചോദ്യവും ആറ്റിറ്റ്യൂഡും ഔട്ട്ലുക്കും ഒക്കെ. ഏത് ദുഷ്ടനെയും, ഏത് കൊള്ളക്കാരനെയും, ഏത് അധോലോകം സംഘത്തെയും കാശുണ്ടെങ്കിൽ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കൂടപ്പുറപ്പ്
ഏഴാം കടലിനക്കരയിൽ നിന്ന് വന്നു, ആഘോഷിച്ചു, എന്നെ ഒഴിവാക്കി. പണമില്ലാത്തത് ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അപരാധം, ഏറ്റവും വലിയ ക്രൈം. പണമില്ലാത്തത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് അർഹമായൊരു തെറ്റാണ് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പണമില്ലാത്തവർ അൺടച്ചബിളാണ്. പണ്ട് ഈ അസ്പൃശ്യതയൊക്കെ ജാതിക്കാരോടാണ്, കീഴ്ജാതിക്കാരോടാണ്. ഇപ്പോൾ പണമില്ലാത്തവരാണ് അൺടച്ചബിലിറ്റി കാണിക്കുന്നത്, അസ്പൃശ്യരായിട്ട് കാണുന്നത്. നന്നായി മാറ്റി നിർത്തുന്നുണ്ട്, നന്നായി അങ്ങോട്ട് അകറ്റി നിർത്തുന്നുണ്ട്. അത്തരം ഒരു സംഭവമാണ്, അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യർക്ക് ഒരു സമ്പ്രദായവും ഇല്ല, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ല. ഒരു ഹൈവേയിലെ 45 സെൻറ്റ് സ്ഥലമൊക്കെ തട്ടിയെടുത്ത ആളെ കുറിച്ചുള്ള യോളജി കേൾക്കണം ഓരോരുത്തർ പറയുന്നത്, അധികാരത്തിലിരിക്കുന്നവരൊക്കെ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെയൊക്കെ ഈ കാശുകാരെ പ്രശംസിക്കുന്നത്? കാശ് വരുന്ന വഴികൾ സത്യസന്ധമൊന്നും ആയിരിക്കില്ല. കാശ് വരുന്ന വഴികൾ പാപത്തിൻ്റെ, രക്തത്തിൻ്റെ മണം നിലച്ചാലൊഴുകുന്ന നിഴൽ വഴികൾ തന്നെയായിരിക്കും. കാശുകാരെ ഗ്ലോറിഫൈ ചെയ്യുക, അവരുടെ മരണം ആഘോഷിക്കുക, അവരെ എന്ത് വിധേന കാശുണ്ടാക്കി മറ്റുള്ളവരെ സ്വത്ത് അടിച്ചു മാറ്റിയും ഓരോ സ്ഥാപനങ്ങളൊക്കെ നടത്തിയാലും വേണ്ടില്ല. കാശുണ്ടോ, കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ, കാശുള്ളവനെ മാനിക്കുക. ഇന്ന് വളരെയധികം വിഷമമുള്ള ദിവസമാണ്. കാരണം ഞാനും എൻ്റെ യാതനകളുമായി, എൻ്റെ ബന്ധപ്പാടുകളുമായി മുന്നോട്ട് പോകുമായിരുന്നു, പലതും മറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ ഒരാളുടെ മരണം എന്നെ പലതും ഓർമ്മപ്പെടുത്തി. കോടികളുടെ നഷ്ടത്തിൻ്റെ കണക്ക് ഓർമ്മപ്പെടുത്തി. എൻ്റെ വിഷമമൊന്നും ആരുടെയും വിഷയവുമല്ല, പ്രശ്നവുമല്ല. കയ്യിൽ കാശുണ്ടോ, നമ്മൾ കാശുള്ളവർ ഒരുമിച്ച് കൂടുക. കാശുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ, കാശില്ലാണ്ടാവുമ്പോൾ ഇവർ ശത്രുക്കളാവും. അതൊരു സ്നേഹവുമല്ല. കാശുള്ളവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് കാശിൻ്റെ ഫലത്തിലുള്ള ബന്ധമാണ്, അത് സ്നേഹത്തിൻ്റെ ഫലത്തിലുള്ളൊരു ബന്ധമല്ല. എന്ത് മാതൃകയാണ് രാഷ്ട്രീയക്കാർ കൊടുക്കുന്നത്? ഈ പണക്കാരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇയോളജി നടത്തുക. എന്തായാലും ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് പുറത്ത് ഇറക്കാനുള്ള ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല. ചെയ്ത പാപങ്ങളുടെ ഫലം തലമുറകളായിട്ട് അനുഭവിക്കേണ്ടതായി തന്നെ വരും. അപ്പ കണ്ടവരെ അപ്പ എന്ന് വിളിക്കുന്ന സമൂഹമായതുകൊണ്ട് നന്മ ചെയ്തവരെയൊക്കെ, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്തവരെയൊക്കെ വളരെ സൗകര്യപൂർവ്വം മറന്നു കളയാം. പണക്കാരൻ്റെ മരണം ആഘോഷിക്കാം.